ടു ഇംപൾസ്. സോ നമ്മൾ നോക്കാൻ വന്ന ബയോ എസ്സേ ഓഫ് വേരിയസ് ഡ്രഗ്സ് ആണ് കേട്ടോ. എന്തിനാണ് ബയോ എസ്സേ ചെയ്യേണ്ട ആവശ്യം, അല്ലെങ്കിൽ ബയോ എസ്സേ കൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ഇത്രയേ ഉള്ളൂ. ഒരു ഡ്രഗിൻ്റെ സ്ട്രെങ്ത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏത് സ്ട്രെങ്ത്തിലാണ് നമുക്ക് തെറാപ്യൂട്ടിക് എഫിക്കസി കിട്ടുക, എഫക്റ്റ് കിട്ടുക, ഓരോ ഓർഗാനിസത്തിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, സ്റ്റാൻഡേർഡ് പ്രിപ്പറേഷൻ എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്ന ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ബയോ എസ്സേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഹ്യൂമനെ റിസംബിൾ ചെയ്യുന്ന ഒരുപാട് ജീവജാലങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അതായത് ഗിനിയ പിഗ് ഉണ്ട്, മൈസ് ഉണ്ട്, കാറ്റ് ഉണ്ട്, റാറ്റ് ഉണ്ട്, പീജൻ ഉണ്ട്, ഹോഴ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ആനിമൽസ് ഉണ്ട്. ഇതിലായിരിക്കും നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടാവുക. സോ നമുക്ക് ഇൻസുലിൻ്റെ ബയോ എസ്സേ ചെയ്യാം. ഇൻസുലിൻ എന്താണ്? ഒരു ഹോർമോൺ ആണ്. ഐലറ്റ് സെൽസ് ഓഫ് പാങ്ക്രിയാസ് ആണ് ഉണ്ടാക്കുന്നത്. അത് എല്ലാവർക്കും അറിയാം. ബ്ലഡ് ഷുഗർ മോണിറ്റർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് റെഗുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇൻസുലിൻ ചെയ്യുന്നത്, അല്ലേ? നമുക്കറിയാം, നമ്മൾ കറക്റ്റ് മോണിറ്റേർഡ് ആയിരിക്കും. നമ്മുടെ എല്ലാ ബോഡിയിലെ ഷുഗർ ലെവൽ എല്ലാം മോണിറ്റേർഡും റെഗുലേറ്റഡും ആയിരിക്കും എന്നുള്ളതാണ്. സോ ഒരു യൂണിറ്റ് ഓഫ് ഇൻസുലിൻ എന്ന് വെച്ചാൽ 0.04082 mg ആണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് നമുക്ക് ഇൻസുലിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് പറ്റുക? 20 യൂണിറ്റ്സ് ഓഫ് ഇൻസുലിൻ എടുക്കുക, നോർമൽ സെല്ലിനെ ഡിസോൾവ് ചെയ്യുക, എന്നിട്ട് അസിഡിഫൈ ചെയ്യണം. HCl ആഡ് ചെയ്യേണ്ടത്, pH 2.5 ആക്കുക, 0.5% ഫീനോൾ ആഡ് ചെയ്യുക ആസ് പ്രിസർവേറ്റീവ്, ആൻഡ് 1.4 to 1.8% ഗ്ലിസറിനും ആഡ് ചെയ്യുക. ഫൈനൽ കോൺസെൻട്രേഷൻ 20 യൂണിറ്റ് per ml ആകും. പിന്നെ അത് കൂൾ പ്ലേസിൽ വെക്കുക. നമ്മൾ 6 മാസത്തിനുള്ളിൽ ഉപയോഗിക്കാം. ഇത്രയേ ഉള്ളൂ. 20 യൂണിറ്റ് ഓഫ് ഇൻസുലിൻ, HCl, ഫീനോൾ, ഗ്ലിസറിൻ ആൻഡ് ഫൈനൽ കോൺസെൻട്രേഷൻ നമ്മൾ ആക്കിയെടുക്കുന്നു എന്നുള്ളതാണ്. ടെസ്റ്റ് സാമ്പിൾ സൊല്യൂഷൻ എങ്ങനെയാണ്? സെയിം മെത്തേഡ് തന്നെയാണ്, വേറെ ഒരു വ്യത്യാസവും ഇല്ല. നമുക്ക് ഏതിലൊക്കെ ടെസ്റ്റ് ചെയ്യാം? റാബിറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. RAE മെത്തേഡ് എന്ന് പറയും. റാബിറ്റിനെ എടുക്കുക, 1800 മുതൽ 3000 ഗ്രാം വരെയുള്ള ഹെൽത്തി എടുക്കുക. യൂണിഫോം ഡയറ്റ്, എല്ലാത്തിനും ഒരേ ഫുഡ്, ഒരേ വാട്ടറിങ് എല്ലാം കൊടുക്കുക. എന്നിട്ട് 18 മണിക്കൂർ, നമ്മൾ അസേ ചെയ്യുന്നതിന് 18 മണിക്കൂർ മുന്നേ ഫുഡ് കൊടുപ്പിച്ച് നിർത്തിക്കണം. വെള്ളമൊന്നും കൊടുക്കാൻ പാടില്ല. ഇത് സ്റ്റാൻഡേർഡ് സാമ്പിൾ ഡൈല്യൂഷൻ ആണ്. ഡൈല്യൂട്ട് വിത്ത് നോർമൽ സെലിൻ ടു ഗെറ്റ് 1 യൂണിറ്റ് per ml ആൻഡ് 2 യൂണിറ്റ് per ml. ആദ്യം നമ്മൾ 2 ഡോസായിട്ട് ഡിവൈഡ് ചെയ്യുവാണ് കേട്ടോ. നമ്മൾക്ക് ഒരു മെയിൻ ഡോസ് ഉണ്ട്. മെയിൻ ഡോസിന് 2 ഡോസ് ഡിവൈഡ് ചെയ്യുന്നു. ഒന്നിൽ 1 യൂണിറ്റ് per ml, ഒന്നിൽ 2 യൂണിറ്റ് per ml നമ്മൾ ആക്കി എടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെസ്റ്റ് ഷുഡ് പ്രൊഡ്യൂസ് എ സ്യൂട്ടബിൾ ഫോൾ ഇൻ ബ്ലഡ് ഷുഗർ. ഈ നമ്മൾ കൊടുക്കുന്ന ഡോസ് ബ്ലഡ് ഷുഗർ കുറയ്ക്കണം എന്നുള്ളതാണ്. ആൻഡ് പൊട്ടൻസി ഓഫ് ടെസ്റ്റ് സാമ്പിൾ ഇസ് എസ്റ്റിമേറ്റ് ബൈ കമ്പയറിംഗ് ഹൈപ്പോഗ്ലൈസിമിക് എഫക്റ്റ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൽ ഹൈപ്പോഗ്ലൈസിമിക് എഫക്റ്റ് കൊടുക്കുന്നത് എങ്ങനെയാണ്, എത്ര പെർസെൻറ്റേജ് കൊടുക്കുന്നുണ്ട്, എപ്പോൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ എഫക്റ്റുകളൊക്കെ നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. നമ്മൾ റാബിറ്റ് എടുക്കുക, വെള്ളമെല്ലാം ഫുഡ് സ്റ്റോപ്പ് ചെയ്യുക, നമ്മൾ സൊല്യൂഷൻ കൊടുക്കുക, എന്നിട്ട് നമ്മൾ ബ്ലഡ് ഷുഗർ കുറയുന്നുണ്ടോ ഇല്ലയോ ചെക്ക് ചെയ്യുക. സോ എക്സ്പെരിമെന്റൽ പ്രൊസീജിയർ ആണ്. ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ടെസ്റ്റിൽ ഡിവൈഡ് റാബിറ്റ് ഇൻറ്റു 4 ഗ്രൂപ്പ്, 3 റാബിറ്റ് പെർ ഗ്രൂപ്പിലാക്കി എടുക്കുക. എന്നിട്ട് റാബിറ്റിനെ എല്ലാം ഹോൾഡറിനകത്ത് സെക്യൂർ ചെയ്യുക. ബ്ലഡ് സാമ്പിൾ ചെവിയിൽ വീഴുന്നു, മാർജിനൽ ഇയർ വീഴുന്നതാണ് എടുക്കേണ്ടത്. നമ്മൾ ഇൻഷ്യൽ ബ്ലഡ് ഷുഗർ നമ്മളത് നോക്കുക. അതിനുശേഷം ഇൻസുലിൻ വെച്ചതിന് ശേഷം പിന്നെ ഉള്ള ഓരോ മണിക്കൂറിലും നമ്മൾ നോക്കണം കേട്ടോ. കളർ ബ്ലഡ് സാമ്പിൾ അറ്റ് 1 hour ഇൻ്റർവൽ ഫോർ 5 hours. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ റാബിറ്റ് നമ്മൾ ഓരോ കേജിനകത്ത് വെച്ചു, അതിൻ്റെ ചെവി നമ്മൾ ബ്ലഡ് എടുക്കുന്നു. അതിനുശേഷം 5 മണിക്കൂർ കേട്ടോ, 5 മണിക്കൂർ, 1, 2, 3, 4, 5 മണിക്കൂറിൽ നമ്മൾ ഓരോ മണിക്കൂർ ഇടവിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബ്ലഡ് വിഡ്രോ ചെയ്യണം. ഇൻസുലിൻ കുറഞ്ഞിട്ടുണ്ടോ നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കണം. അതായത് ബ്ലഡ് ഷുഗർ ലെവൽ കുറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കണം. സോ ഗ്രൂപ്പ് പാറ്റേൺ ഉണ്ട്. ഗ്രൂപ്പ് 1 സ്റ്റാൻഡേർഡ് ഡൈല്യൂഷൻ 1, ഗ്രൂപ്പ് 2 ആൻഡ് ഗ്രൂപ്പ് 3 ആണെങ്കിൽ ടെസ്റ്റ് സാമ്പിൾ ഡൈല്യൂഷൻ 1 ആൻഡ് ഗ്രൂപ്പ് 4 ആണെങ്കിൽ ടെസ്റ്റ് സാമ്പിൾ ഡൈല്യൂഷൻ 2. ഈ രീതിയിൽ നമ്മൾ കൊടുക്കുന്നത്. സിമ്പിളാണ്. 4 ഗ്രൂപ്പ് ഉണ്ട്. അതിൽ മെയിൻ്റെ എന്താണ്, അതിൻ്റെ ചെവിയിൽ നിന്ന് നമ്മൾ ബ്ലഡ് എടുക്കുക. ബ്ലഡ് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ബ്ലഡ് ഷുഗർ ലെവൽ നോക്കുക. 2 ടെസ്റ്റ് സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, 2 സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ കൊടുക്കുക. ഓരോ മണിക്കൂറിലും 5 മണിക്കൂർ വരെ, ഓരോ മണിക്കൂർ ഇടവിട്ട് 5 മണിക്കൂർ വരെ നമ്മൾ എന്ത് ചെയ്യുക? ബ്ലഡ് വിഡ്രോ ചെയ്യുക. നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കുക. വളരെ സിമ്പിളാണ്. ഇനി സെക്കൻഡ് പാർട്ട് ഓഫ് ടെസ്റ്റിനെയാണ് ട്വിൻ ക്രോസ് ഓവർ ടെസ്റ്റ് എന്ന് പറയുക. ഇത് നമ്മൾ ഒരാഴ്ചയ്ക്ക് ശേഷം സെയിം ആനിമലിലാണ് നോക്കേണ്ടാവുക. ഗ്രൂപ്പിംഗ് ഈസ് റിസർവ്ഡ്. ദ ഗിവൺ സ്റ്റാൻഡേർഡ് നൗ ഗെറ്റ് ടെസ്റ്റ് സാമ്പിൾ ആൻഡ് വൈസ് വെഴ്സ. നമ്മൾ തിരിച്ച് ചെയ്യുന്നു. ടെസ്റ്റ് കിട്ടിയവർക്ക് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് കിട്ടും. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതാണ് സെക്കൻഡ് പാർട്ട് ഓഫ് ടെസ്റ്റ്. എളുപ്പമാണ്. ഇനി മൗസ് മെത്തേഡ് ആണ്. സോ ഇത് മൈ ഷോ ക്യാരക്ടറിസ്റ്റിക് കൺവൽഷൻ ആഫ്റ്റർ SC ഇഞ്ചക്ഷൻ ഓഫ് ഇൻസുലിൻ. അതായത് നമ്മൾ സബ്ക്യൂട്ടിനസ് ആയിട്ട് നമ്മൾ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ മൗസിന് കൺവൽഷൻ ഉണ്ടാവും കേട്ടോ. അത് മാത്രമല്ല, ഇഞ്ചക്ഷൻ
കൺവേർഷൻ ഓഫ് ഇൻസുലിൻ അറ്റ് എലിവേറ്റ് ടെമ്പറേച്ചറും കൂടുന്നു. അപ്പം എത്ര പെർസെൻറ്റേജ് കൺവെർഷൻ ഉണ്ടായി, എത്ര പെർസെൻറ്റേജ് ആ ഒരു ജന്നി ഉണ്ടായി നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. 100 മൈസ് എടുക്കുക, 18 to 22 ഗ്രാം ആയിരിക്കണം. സെയിം ആണ്, 18 മണിക്കൂർ മുന്നേ ഫാസ്റ്റും ചെയ്യുക, 4 ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്യുക, 25 മൈസ് ഈച്ചിൽ വെക്കുക. സ്റ്റാൻഡേർഡും 1 or 2 സൊല്യൂഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അതേപോലെ സെയിം കോൺസെൻട്രേഷനിൽ ടെസ്റ്റും പ്രിപ്പയർ, ഇതെല്ലാം സെയിം ആണ്. ഇനി പ്രൊസീജിയർ എല്ലാം സെയിം ആണ്, ആനിമൽ മാത്രം മാറുന്നുള്ളതെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇൻസുലിനെ ഇഞ്ചെക്ട് ചെയ്യുക, എയർ ഇൻക്യുബേറ്ററിൽ 33 ഡിഗ്രി സെൽഷ്യസിൽ പ്ലേസ് ചെയ്യുക. 1.5 അവർ നമ്മൾ നോക്കുക എത്രത്തോളം കൺവൽഷൻ വരുന്നു, ഡെത്ത് വരുന്നു, ഇൻസ്റ്റേബിൾ ആവുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പെർസെൻറ്റേജിൽ കണക്കാക്കിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻസുലിൻ എപ്പോഴും നോക്കുന്നത്. ഇൻസുലിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ ഇസ് ഡയഫ്രം മെത്തേഡ് ആണ്. ഇവിടെ മെഷർ ഇൻക്രീസ് ഇൻ ഗ്ലൈക്കോജൻ ഇൻ മസിൽ ആൻഡ് ഗ്ലൂക്കോസ് അപ്ടേക്ക് ഡ്യൂ ടു ഇൻസുലിൻ. ഇവിടെ നമ്മൾ എത്രത്തോളമാണ് ഇൻക്രീസ് ഇൻ ഗ്ലൈക്കോജൻ, മസിൽ എത്രത്തോളം ഗ്ലൈക്കോജൻ കൂടി, അത് മാത്രമല്ല ഗ്ലൂക്കോസ് അപ്ടേക്ക് ഡ്യൂ ടു ഇൻസുലിൻ എത്രയാണ് നമ്മൾ നോക്കും. അങ്ങനെയാണ് റാറ്റ് ഡയഫ്രം മെത്തേഡ് നോക്കുന്നത്. പ്രൊസീജിയർ പറയുവാണെങ്കിൽ സ്പ്രോ ഡേർലി റാറ്റ്സ് 70 to 100 ഗ്രാം വെച്ച് നമ്മൾ എടുക്കുന്നു, അനസ്തേഷ്യ കൊടുക്കുന്നു, ഡയഫ്രം റിമൂവ് ചെയ്യുന്നു, ക്ലീൻ ചെയ്യുന്നു, 2 പാർട്ടായിട്ട് മാറ്റുകയാണ് ചെയ്യുക. നെക്സ്റ്റ് ക്രബ്സ് റിംഗർ ഹെപ്സ് KRH ബഫർ ഗ്രാസസ് വിത്ത് കാർബൺ വിത്ത് 5 mm ഗ്ലൂക്കോസ്. നമ്മളിത് ഇൻക്യുബേറ്റ് ചെയ്യണം KRH ബഫറിലും ആൻഡ് കാർബോജനിൽ വിത്ത് 5 mm ഗ്ലൂക്കോസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഇൻക്യുബേറ്റ് ചെയ്യുക. എന്നിട്ട് എത്രത്തോളം ഗ്ലൂക്കോസ് അപ്ടേക്ക് ചെയ്തു എന്നാണ് നമ്മൾ നോക്കേണ്ടാവുക കേട്ടോ. അതർ മെത്തേഡാണ് എപ്പിഡെമൽ ഫാറ്റ് പാഡ് മെത്തേഡാണ്. സോ നമ്മൾ എപ്പിഡെമൽ ഫാറ്റ് റാക്സിൽ നിന്നാണ് എടുക്കും, അത് വെച്ച് നമ്മൾ നോക്കുന്നുണ്ടാവുക. മെഷർ ഗ്ലൂക്കോസ് അപ്ടേക്ക് ഇൻറ്റു ഫാറ്റ് സെൽസ് ആൻഡ് ഓക്സിജൻ കൺസപ്ഷൻ, എത്രത്തോളം ഓക്സിജൻ കൺസപ്ഷൻ ഉണ്ട്, ഫാറ്റ് സെല്ലിൽ എത്ര ഗ്ലൂക്കോസ് എടുക്കുന്നു. സോ വാർബർഗ് വെസൽസിൽ റേഡിയോ ലേബിൾഡ് ഗ്ലൂക്കോസ് 14C ഗ്ലൂക്കോസ് വെച്ചതിന് ശേഷം എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് ട്രാപ്പ് ആവുന്നു അത് കൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. എപ്പിഡെമൽ ഫാറ്റിൽ എത്രത്തോളം ഓക്സിജൻ കൺസപ്ഷൻ ഉണ്ടെന്നോ അല്ലെങ്കിൽ എത്രത്തോളം ഗ്ലൂക്കോസ് എടുക്കുന്നതാണ്, ആ ഫാറ്റ് നമ്മൾ റിമൂവ് ചെയ്തിട്ട് അതിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ CO2 ഐസോടോപ്സ് ആണ്, അത് നമ്മൾ വിട്ടതിന് ശേഷം എത്ര ട്രാപ്പ് ആവുന്നു എന്ന് നമ്മൾ നോക്കുന്ന രീതിയാണ് കേട്ടോ. വളരെ സിമ്പിൾ ആണ്, ഒന്നുമില്ല. നിങ്ങൾ ആ ക്ലാസ് കേട്ടിട്ട് ആ ഓരോ ഓർഡറിൽ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും കേട്ടോ. സോ നെക്സ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്നത് ബയോ അസേ ഓഫ് ഓക്സിറ്റോസിൻ ആണ്. സോ പൊട്ടൻസി ഓഫ് ഓക്സിറ്റോസിൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് ബയോളജിക്കൽ ആക്ടിവിറ്റി നോക്കിയിട്ടാണ്, എത്രത്തോളം ഓക്സിറ്റോസിൻ്റെ ആക്ടിവിറ്റി ഉണ്ടെന്നുള്ളതാണ്. സ്റ്റാൻഡേർഡ് പ്രിപ്പറേഷൻ 4th ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് 1978 പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത്. സിന്തറ്റിക് ഓക്സിറ്റോസിൻ പെപ്റ്റൈഡ് പ്ലസ് ഹ്യൂമൻ ആൽബുമിൻ പ്ലസ് സിട്രിക് ആസിഡ്, ഇതിൻ്റെ 3ൻ്റെയും കോമ്പിനേഷൻ ആണ്. നമുക്ക് ഓരോ ആംബ്യൂൾസിൽ കിട്ടും, 12.5 യൂണിറ്റ്സ് പെർ ആംബ്യൂൾ ആണ്. സോ അതിൽ നമ്മൾ പ്രിൻസിപ്പിൾ പറഞ്ഞു, സ്റ്റാൻഡ് പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇനി മെത്തേഡ് A ആണ്, ബ്ലഡ് പ്രഷർ ഡിപ്രഷൻ ഇൻ കൊക്കറൽ. സോ അനസ്തറ്റൈസ്ഡ് കൊക്കറൽസിനെ വെക്കുക, 1.2 to 2.3 kg ആണ്. അതിനുശേഷം എക്സ്പോസ് ഗ്ലൂറ്റസ് പ്രൈമസ് മസിൽ ആൻഡ് കാനുലേറ്റ് പ്രൊപ്പലേറ്ററി ആർട്ടറി ടു റെക്കോർഡ് BP. സോ നമ്മൾ പ്രൊപ്പലേറ്ററി ആർട്ടറി എക്സ്പോസ് ചെയ്ത് വെക്കും, എന്നിട്ട് BP നമ്മൾ നോക്കുവാണ് ചെയ്യുക. സോ നമ്മുടെ കോക്കൽസ് ഉണ്ട്, കോക്കൽസിൻ്റെ മസിൽസിനെ നമ്മൾ കൂടുതലായിട്ട് ഗ്ലൂട്ടൽ പ്രൈമസിനെ എക്സ്പോസ് ചെയ്തിട്ട് പ്രൊപ്പലേറ്ററി ആർട്ടറി പുറത്തെടുക്കും, എന്നിട്ട് അവിടെയാണ് നമ്മൾ BP ചെക്ക് ചെയ്യുന്നത്. ജസ്റ്റ് ബ്ലഡ് പ്രഷർ ആണ് നോക്കുന്നത്, ഓക്സിറ്റോസിന് ഇവർക്ക് ബ്ലഡ് പ്രഷർ നോക്കുന്നത്. സോ ക്രൂറൽ ഓർ ബ്രാങ്കിയൽ വെയിൻ ഫോർ ഇഞ്ചെക്ഷൻ. സോ ക്രൂറലോ അല്ലെങ്കിൽ ബ്രാഞ്ചിയൽ വെയിൻ എക്സ്പോസ് ചെയ്യുക, എന്നിട്ട് ഓക്സിറ്റോസിനെ ഇഞ്ചെക്ട് ചെയ്യുക, എന്നിട്ട് BP എത്രത്തോളം കുറയുന്നു. സോ മെത്തേഡ് എയിൽ BP എത്ര കുറയുന്നു മാത്രമേ നോക്കുള്ളൂ. 3 to 10 ഇൻ്റർവെല്ലിൽ ബിറ്റ്വീൻ ഇഞ്ചെക്ഷൻസ് എടുക്കുക, എന്നിട്ട് കമ്പയർ ചെയ്യുക. സ്റ്റാൻഡേർഡ് സ്റ്റാറ്റിക്കൽ മെത്തേഡ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുക, നമ്മൾ നോക്കുക എന്നുള്ളതാണ് കേട്ടോ. എളുപ്പമാണ്. ആൻഡ് മെത്തേഡ് B ആണെങ്കിൽ യൂട്രൈൻ കൺട്രാക്ഷൻ ഇൻ ഈസ്ട്രോജൻ പ്രൈംഡ് റാറ്റ്. സോ യൂട്രൈൻ കൺട്രാക്ഷൻ എങ്ങനെയാണ്? സോ 100 mg ഈസ്ട്രോഡയോൾ ബെൻസോയേറ്റ് IM ആയിട്ട് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുക, ഫീമെയിൽ റേറ്റിലാണ് ചെയ്യുക, ഫീമെയിൽ റാറ്റിൽ കൊടുക്കും 18 to 24 hours പ്രയർ. ബാക്കിയെല്ലാം സെയിം ആണ്, ഡയറ്റ് എല്ലാം ഫോളോ ചെയ്യണം, ആൻഡ് 18 hours മുന്നേ എല്ലാം സ്റ്റോപ്പ് ചെയ്യണം. അതെല്ലാം നമുക്ക് നോർമലി പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. സോ ഈസ്ട്രസ് അല്ലെങ്കിൽ പ്രോസ്ട്രസ് സ്റ്റേജ് ബൈ വാജൽ സ്മിയർ, നമ്മൾ വാജിനിൽ നിന്ന് നമ്മൾ സ്മിയർ എടുത്തതിന് ശേഷമാണ് നമ്മൾ ഈസ്ട്രസോ അല്ലെങ്കിൽ പ്രോസ്ട്രസ് സ്റ്റേജ് നമ്മൾ കൺഫേം ചെയ്യും. സോ നമ്മൾ അതിനെ കൊല്ലണം, സാക്രിഫൈസ് ചെയ്യണം. ഐസൊലേറ്റ് 1 യൂട്രൈൻ ഹോൺ, സസ്പെൻഡ് ഇൻ ഓർഗൻ ബാത്തിലേക്ക് വെക്കുക. ബാത്ത് 32 ഡിഗ്രി സെൽഷ്യസിൽ നന്നായിട്ട് ചൂടാക്കുക. എയറേറ്റ് വിത്ത് 95% O2 പ്ലസ് 5% കാർബൺ ഡൈ ഓക്സൈഡ് കൊടുക്കുക. എന്നിട്ട് കൺട്രാക്ഷൻ നമ്മൾ നോക്കുക, സ്റ്റാൻഡ് സൊല്യൂഷൻ എങ്ങനെ, ടെസ്റ്റ് സൊല്യൂഷൻ എങ്ങനെ. ആൻഡ് സബ് മാക്സിമൽ കൺട്രാക്ഷൻ എൻഷുർ ചെയ്യണം. അത് മാത്രമല്ല മാക്സിമൽ കൺട്രാക്ഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും ബാത്ത് നമ്മൾ മാറ്റണം. ഇത് നമ്മൾ ചിക്കൻ ബ്രി ഒക്കെ ചെയ്യത്തില്ല, അതേപോലെ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ചിക്കൻ ഇല്ലിയൊക്കെ നമ്മൾ ചെയ്യത്തില്ല, അതുപോലെ തന്നെ.
സോ ഡോസ് ആഡ് അറ്റ് 3 to 5 minute interval. സോ നമ്മൾ ഓരോ 3 മുതൽ 5 മിനിറ്റ് ഇൻ്റർവെൽ നമ്മൾ ഡോസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ ഫോർ ഡോസ് അറേഞ്ച്മെന്റ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ലാറ്റിൻ സ്ക്വയർ ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് നമ്മൾ സ്റ്റാറ്റിക്കൽ മെത്തേഡ് വെച്ച് അനലൈസ് ചെയ്യുന്നു. ബാച്ച് സൊല്യൂഷനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയാൽ സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, കാൽഷ്യം ക്ലോറൈഡ്, സോഡിയം ബൈകാർബണേറ്റ്, ഡൈസോഡിയം ഹൈഡ്രോജൻ ഫോസ്ഫേറ്റ്, സോഡിയം ഡൈഹൈഡ്രോജൻ ഫോസ്ഫേറ്റ്, മെഗ്നീഷ്യം ക്ലോറൈഡ്, ഡെക്സ്ട്രോസും. സോ ഇതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് നോർമലി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കൺട്രാക്ഷന് വേണ്ടിയിട്ടും ആൻഡ് പൊളാരിറ്റിക്ക് വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന സാധാരണ ഉള്ള ഒരു ബാച്ച് സൊല്യൂഷൻ ആണ്. അതിൻ്റെ കോൺസെൻട്രേഷൻ എന്തായാലും പഠിച്ചു വെക്കുക, ബിക്കോസ് നമുക്കത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്കത് അറിഞ്ഞു വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിൽ നിന്ന് ചോദ്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ. സോ ബയോസ് ഓഫ് വാസോപ്രസിൻ്റെ ബയോസ് എങ്ങനെയാണ്, ഇനിയുള്ളതൊക്കെ നമുക്ക് എളുപ്പമാണ്. നമ്മൾ ആ ഒരു ഇൻസുലിൻ പഠിച്ച് കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇത് ആൽബിനോ റാറ്റിലാണ് നോക്കുന്നത്. സ്റ്റാൻഡേർഡ് വാസോപ്രസിൻ എക്സ്ട്രാക്ട് എടുക്കും ഫ്രം ഓക്സിൻ പിറ്റ്യൂട്ടറി. അങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് വെച്ച് പ്രിപ്പറേഷൻ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്നത് കേട്ടോ. ഇത് വളരെ എളുപ്പമാണ്, അങ്ങനെ അധികം വലിയ കൺഫ്യൂഷൻ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. സോ മെത്തേഡ് എ ആൽബിനോ റാറ്റ് മോഡലാണ്. 300 gram ആൽബിനോ റാറ്റ് എടുക്കുക, അനസ്റ്റേസ് വിത്ത് ഈഥൈൽ കാർബമേറ്റ്, കാനുലേറ്റ് ചെയ്യുക, ട്രക്കിയ കാനുലേറ്റ് ചെയ്യുക. ആൻഡ് കറക്റ്റോഡ് ആർട്ടറി, ഫെമറൽ വെയിൻ എല്ലാം എന്ത് ചെയ്യുക, നമ്മൾ ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് ഫെമറൽ വെയിനും കറക്റ്റോഡ് ആർട്ടറി BP വേണ്ടി നമ്മൾ എക്സ്പോസ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരിക. സലൈൻ ബ്യൂററ്റ് ടു ഇഞ്ചെക്ട് ഡ്രഗ് ത്രൂ ഫിമറൽ വെയിൻ. സോ നമ്മൾ സലൈൻ ബ്യൂററ്റാണ് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ ഫിമറൽ വെയിനിലേക്ക് ഡ്രഗ് ഇഞ്ചെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 200 U ഹെപ്പാരിൻ, 100 gram BW നമ്മൾ എന്ത് ചെയ്യുക, ഹെപ്പാരിൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ബ്ലഡ് പ്രഷർ റെക്കോർഡ് ചെയ്യുക മെർക്കുറി മാനോമീറ്റർ വെച്ചിട്ടാണ്. ആൻഡ് അഡ്മിനിസ്റ്റർ ഹൈപ്പോടെൻസീവ് ഏജൻറ്റ് ടു സ്റ്റെബിലൈസ് BP അറ്റ് 500 ടോറിൽ. സോ നമ്മൾ ഹൈപ്പോടെൻസീവ് ഏജൻറ്റും കൂടെ ആഡ് ചെയ്യണം. കാരണം എന്തുകൊണ്ടാണ്, നമുക്ക് BP സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻജെക്ട് ഈക്വലൻ ടെസ്റ്റോസ് 3 to 5 minute ഇൻ്റർവെല്ലിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈക്വൽ നമ്മൾ ടെസ്റ്റോസ് കൊടുക്കുക. എന്നിട്ട് പൊട്ടൻസി അറിയാം. ഇവിടെ BP ആണ് നോക്കുന്നത്. ബയോസെ വാസോപ്രസിൻ എന്താണ് നോക്കുന്നത്, BP റെസ്പോൺസ് എങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. വേറെ കൺഫ്യൂഷനോ കാര്യങ്ങളോ വരേണ്ട ആവശ്യമില്ല. പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ. ആൽബിനോ റാറ്റാണ് നമ്മൾ അനസ്തേഷ്യ ചെയ്യുക. 3 കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യുക. കാനുലേറ്റ് ട്രക്ക് ചെയ്യുക, കൊറക്റ്റഡ് ആർട്ടറി ആൻഡ് ഫിമറൽ വെയിൻ ആണ്. സലൈൻ ബ്യൂററ്റ് ടു ഇഞ്ചെക്ട് ഡ്രഗ് ത്രൂ ഫെമറൽ വെയിൻ ആണ്. സോ 200 mu ഹെപ്പാരിൻ, 100 gram BW ആൻഡ് BP ആണ് നമ്മൾ നോക്കേണ്ടത്. സ്റ്റെബിലൈസ് ചെയ്യണം ഹൈപ്പോടെൻസി ഏജൻറ്റ് വെച്ചിട്ട്. 2 dose മറന്നു പോകരുത്. മെത്തേഡ് ബി കാറ്റ് മോഡലാണ്. അനസ്തൈസ് കാറ്റ് വിത്ത് വോൾട്ടൽ അനസ്തെറ്റിക്സ്. നമ്മൾ വോൾട്ടൽ അനസ്തെറ്റിക് വെക്കുക. ഇത് കാറ്റിലാണ് ചെയ്യുന്നത്. സോ ട്രക്കൽ ട്യൂബ് ടു പെർഫോം സെർവിക്കൽ ലാമിനക്ടോമി. So destroy brain via foramen magnum. Start artificial respiration. Stabilize BP at 500 to 100 torr. So ഇനി പറയുന്ന കാറ്റ് മോഡൽ നമുക്ക് മെത്തേഡ് ബി ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് വെച്ചാൽ അല്ല, നമ്മൾ മെത്തേഡ് എ മാത്രം ചോദിച്ച് എഴുതിയാൽ മതി. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, കാറ്റിനെ അനസ്തറ്റൈസ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ട്രക്കൽ ട്യൂബിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് സെർവിക്കൽ ലാമിനക്ടോമി പെർഫോം ചെയ്യുക. ബ്രെയിന് ഡിസ്ട്രോയ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, നമ്മൾ കൃത്രിമ ശ്വാസം കൊടുക്കുക. എന്നിട്ട് BP സ്റ്റെബിലൈസ് ചെയ്യുക. അതിനുശേഷം കൊറക്റ്റഡ് ആർട്ടറി കാനുലേറ്റ് ചെയ്യുക. ഫെമറൽ വെയിൻ എന്ത് ചെയ്യുക, കാനുലേറ്റ് ചെയ്യുക. അതിനുശേഷം ഇഞ്ചെക്ട് സ്റ്റാൻഡേർഡ് ആൻഡ് ടെസ്റ്റ് സൊല്യൂഷൻ 30 minutes ഓഫ് ഇൻ്റർവെല്ലിൽ കൊടുത്തുകൊണ്ടേ ഇരിക്കുക. എന്നിട്ട് BP കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക. എളുപ്പമാണ്. ഇനി പറയാൻ പോകുന്ന ബയോസെ ഓഫ് ACTH ആണ് കേട്ടോ. സോ അഡിനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺസ് ആണ്. സോ ACTH നമ്മൾ അഡിൽ കോർട്ടക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അങ്ങനെ കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. സോ ബയോസെ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുക വെച്ചാൽ ഡിപ്ലേഷൻ ഓഫ് അഡിനൽ അസ്കോർബിക് ആസിഡ് ടു എസ്റ്റിമേറ്റ് ACTH ആക്ടിവിറ്റി കേട്ടോ. ACTH ആക്ടിവിറ്റി അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, ബയോസെ നമ്മൾ ബേസിക്കലി ഉപയോഗിക്കുന്ന ഡിപ്ലേഷൻ ഓഫ് അഡിനൽ അസ്കോർബിക് ആസിഡ് നോക്കിയിട്ടാണ്. സോ കോർട്ടിക്കോട്രോപ്പിക് ഇഞ്ചക്ഷൻ എടുക്കുക. സോ റെസ്പിറേറ്ററി കോർട്ടിക്കോട്രോപ്പിൻ ഇൻ പാർഷ്യലി ഹൈഡ്രോളൈസ്ഡ് ജെലാറ്റിൻ ആൻഡ് ഫീനോൾ ആൻഡ് ജെലാറ്റിൻ യൂസ്ഡ് ഫോർ ദി ഡൈലൂഷൻ. സോ ഫീനോളും ജെലാറ്റിനും നമ്മൾ ഡൈലൂഷൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. സോ കോർട്ടിക്കോട്രോപ്പിൻ ഇഞ്ചക്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. സോ പ്രിപ്പറേഷൻ സൊല്യൂഷൻ A and B ആണ്. A ആണെങ്കിൽ 5 unit ACTH in 0.25 ml of 0.5% phenol plus 8.1 ml of 15% gelatin and 0.5 ml is equal to 300 mu ആണ്. ആൻഡ് B ആണെങ്കിൽ 3 ml of A plus 6 ml gelatin gives 100 mu 0.5 ml. സോ നമ്മൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൊല്യൂഷൻ A ഉണ്ടാക്കിയതിന് ശേഷമാണ് സൊല്യൂഷൻ B ഉണ്ടാക്കുന്നത്. അതിലൊരു മേജർ കണ്ടന്റ് 3 ml ഓഫ് സൊല്യൂഷൻ A ആണ് എന്നുള്ളതാണ്.
ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ സൊല്യൂഷൻ എ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ സൊല്യൂഷൻ ബിക്കും പ്രശ്നം വരും. ഫൈനലാകുമ്പോൾ എന്താണ് 3 ml ഓഫ് ബി പ്ലസ് 6 ml ജെലാറ്റിൻ ഗീസ് 33 mu 0.5 ml ആണ്. ഇങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഉണ്ടാക്കുന്നതിൽ സൊല്യൂഷൻ എയിൽ പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാം കൂടെ നമുക്ക് പണി കിട്ടും എന്നുള്ളതാണ്. പ്രൊസീജിയർ മെയിൽ വിസ്റ്റർ റാറ്റ്സ് എടുക്കുക ആൻഡ് ഹൈപ്പോഫിസെക്ടോമി നമ്മൾ 1 day ബിഫോർ ചെയ്യാം. എന്നിട്ട് ഡിസ്ട്രിബ്യൂട്ട് അറ്റ്ലീസ്റ്റ് 36 റാറ്റ് ഇൻറ്റു 6 ഗ്രൂപ്പ്. ഇവിടെ 6 ഗ്രൂപ്പാണ്, ഒരു ഗ്രൂപ്പിൽ 36 റാറ്റ്. എന്നിട്ട് 0.5 ml വെച്ച് നമ്മൾ സബ്ക്യൂട്ടിനസ് കൊടുക്കുക. 3 hours ചെയ്തതിനു ശേഷം കൊല്ലുക എന്നുള്ളതാണ്. അഡൽ ഗ്ലാൻഡ് റിമൂവ് ചെയ്യുക. ഹോമോജനൈസ് വിത്ത് അഡൽ ടിഷ്യൂ വിത്ത് TCA പ്ലസ് ആൻഡ് സോ നമ്മൾ അസ്കോബിക് ആസിഡ് കണ്ടന്റ് എത്രയുണ്ടെന്ന് നോക്കും. സോ 3+3 പോയിന്റ് എസ് ആണ് നമ്മൾ പൊട്ടൻസ് നോക്കാൻ വേണ്ടി ചെയ്യുന്നത്. റാറ്റ് എടുക്കുക, ഹൈപ്പോഫിസെക്ടോമി ചെയ്യുക. 36 റാറ്റ് 6 ഗ്രൂപ്പ് 0.5 ml AC ആണ്. 3 hours ആണ്. സാക്രിഫൈസ് അഡൽ ഗ്ലാൻഡ് TCA പ്ലസ് ആൻഡ് അസ്കോബിക് ആസിഡ് കണ്ടന്റ് 3+3 പോയിന്റ് ഓഫ് അസയാണ് കേട്ടോ. മറന്നു പോകരുത്, എളുപ്പമാണ്. അസ്കോബിക് ആസിഡ് സൊല്യൂഷൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? 0.2% അസ്കോബിക് ആസിഡ് സൊല്യൂഷൻ വിത്ത് 4% TCA ആണ്. സോ സ്റ്റോക്ക് സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കാം? കോൺസെൻട്രേഷൻ 1 mg/ml ഓഫ് അസ്കോബിക് ആസിഡ് ഇൻ 4% TCA ആണ്. ആൻഡ് വർക്കിംഗ് സൊല്യൂഷൻ ബി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? സൊല്യൂഷൻ എ 0.2% അസ്കോബിക് ആസിഡ് വിത്ത് 4% TCA ബൈ അപ്രോപ്രിയറ്റ് ഡൈലൂഷൻ. വേറൊന്നുമില്ല, നേരത്തെ പറഞ്ഞ സെയിം തന്നെയാണ്. വേറൊന്നുമില്ല. എ ആണെങ്കിൽ 1 mg/ml, 2 ആണെങ്കിൽ അല്ലെങ്കിൽ ബി ആണെങ്കിൽ 0.2% അസ്കോബിക് ആസിഡ് 4% TCA ആണ്. കാലിബ്രേഷൻ കർവ് എങ്ങനെയാണ്? സ്പെക്ട്രോ ഫോട്ടോമീറ്റർ ആണ് ഉപയോഗിക്കുക. 540 nm ആണ്. ബ്ലാങ്ക് 4% TCA വിത്ത് അസ്കോബിക് ആസിഡ്. എന്നിട്ട് കാലിബ്രേറ്റ് കർവ് നമ്മൾ വരയ്ക്കുക. നോൺ കോൺസെൻട്രേഷൻ ഓഫ് അസ്കോബിക് ആസിഡ് വെച്ചിട്ട് നമ്മൾ ഫർദർലി എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾ ലാബിൽ ചെയ്തിട്ടുള്ളതായതുകൊണ്ട് അത് വലിയ പാടുള്ള കേസൊന്നുമല്ല. നിങ്ങൾക്ക് എളുപ്പം പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഇനി ബയോഅസി ഓഫ് ഡി ട്യൂബർക്കുലൻ ആണ്. സോ റാബിറ്റ് ഹെഡ് ഡ്രോപ്പ് മെത്തേഡാണ് ഇവിടെ ചെയ്യുന്നത്. സോ ഡി ട്യൂബർക്കുലൻ ഹൈഡ്രോക്ലോറൈഡ് കോസ് സ്കെൽറ്റൽ മസിൽ റിലാക്സേഷൻ. സോ എല്ലാവർക്കും അറിയാം ഡി ട്യൂബർക്കുലോരൻ അല്ലെങ്കിൽ ട്യൂബർക്കുലോരൻ എന്ന് പറയുമ്പോൾ തന്നെ മസിൽ റിലാക്സേഷൻ എന്ന് എല്ലാവർക്കും അറിയാം. സോ റാബിറ്റിന് എപ്പോഴാണോ മസിൽ പാരാലിസ് ആവുന്നത്, അതായത് ഹോൾഡ് ചെയ്യാൻ പറ്റാതെ ഹെഡൊക്കെ പാരലൈസ് ഇങ്ങനെ കുഴഞ്ഞു പോയില്ലേ, അതെപ്പോഴാണ് നമ്മൾ നോക്കുക. ടെസ്റ്റും സ്റ്റാൻഡേർഡും വെച്ചിട്ട് ഹെഡ് ഡ്രോപ്പ് എപ്പോൾ തല എപ്പോൾ കുഴഞ്ഞു വീഴുന്നു അത് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക ഡി ട്യൂബർക്കുലാരിൻ്റെ നമ്മൾ നോക്കുന്നത്. സോ വെയിറ്റ് അപ്രോക്സിമേറ്റ് 2 kg ഹെൽത്തി ആൻഡ് ഡിസീസ് ഫ്രീ. അക്ലമേറ്റ് ടു എക്സ്പെരിമെൻ്റൽ കണ്ടീഷൻ. സോ 2 kg നമ്മൾ വെച്ചിട്ട് ഡിസീസ് ഫ്രീ എടുക്കുക, അക്ലമേറ്റ് ചെയ്യുക. കാര്യം അക്ലമേറ്റ് വെച്ചാൽ ആ സറൗണ്ടിങ്സുമായിട്ടൊന്ന് സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ്. 8 റാബിറ്റ് എടുക്കുക, 2 ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്യുക. ഗ്രൂപ്പ് 1 സ്റ്റാൻഡേർഡും ഗ്രൂപ്പ് 2 ടെസ്റ്റ് ഡ്രഗുമാണ്. എന്നിട്ട് റാബിറ്റ് ഹോൾഡറിൽ വെക്കുക. ഹെഡ് ഫ്രീലി മൂവബിൾ ആയിരിക്കണം. 0.012 ട്യൂബർക്കുലാരൻ സലൈനിൽ മിക്സ് ചെയ്തിട്ട് 0.4 ml പെർ മിനിൽ മാർജിനൽ വെയിനിൽ, എപ്പോഴും റാബിറ്റ് ആണെങ്കിൽ മാർജിനൽ വെയിൻ മാത്രമേ കൊടുക്കുള്ളൂ. 10 മിനിറ്റ് ഡ്യൂറേഷനിൽ നമ്മൾ പയ്യെ ഇഞ്ചെക്ട് ചെയ്യുന്നു. നെക്ക് എപ്പം ലിംബാവുന്നു അല്ലെങ്കിൽ നോ റെസ്പോൺസ്, ലൈറ്റിലും ഒന്ന് റെസ്പോൺസ് കാണിക്കുന്നില്ല, എപ്പോൾ ഹെഡ് ഡ്രോപ്പ് ആവുന്നു അതാണ് എൻ പോയിന്റ്. എന്നിട്ട് ട്രീറ്റ് ഇൻ റെസ്പിറേറ്ററി അറസ്റ്റ് വിത്ത് നിയോസ്റ്റിക്മിൻ മീഥൈൽ സൾഫേറ്റ് ആൻഡ് അട്രോപ്പിൻ സൾഫേറ്റ് വിയ ഇയർ വെയിൻ. ഇപ്പം റെസ്പിറേറ്ററി ഡിപ്രഷനൊക്കെ ചിലപ്പോൾ കാണിക്കാം ഇത്രയും പാരലൈസ് ആയി പോകുമ്പോൾ. അപ്പോഴാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നിയോസ്റ്റിക്മിൻ മീഥൈൽ സൾഫേറ്റും അട്രോപ്പിൻ സൾഫേറ്റും കൊടുക്കുക. ആൻഡ് ക്രോസ് ഓവർ ടെസ്റ്റ് നെക്സ്റ്റ് ഡേ തന്നെ സെയിം ബാച്ച് വെച്ചിട്ട് വൈസ് വേഴ്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ട്യൂബർക്കുലൻ ഇഞ്ചെക്ട് ചെയ്യുന്നു എവിടെ? ചെവിയിലൂടെ. എപ്പോൾ ഹെഡ് ഡ്രോപ്പ് ആവുന്നു അപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇതാണ് പരിപാടി. റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടെങ്കിൽ നിയോസ്റ്റിക്മിൻ കൊടുക്കുക, അട്രോപ്പിൻ കൊടുക്കുക. ഈ ഒറ്റ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഡീറ്റെയിൽസ് ആണെങ്കിൽ കാർഡിയക് മസിൽ ആണല്ലോ നോക്കുന്നത്, നമുക്കറിയാമല്ലോ. സോ ടെസ്റ്റ് സാമ്പിൾ പൊട്ടൻസി നമ്മൾ നോക്കേണ്ടത് ആവശ്യമാണ്. കാർഡിയക് എഫക്ട് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. സോ നമ്മൾ ഡ്രൈഡ് പൗഡർ ഡീറ്റെയിൽസ് ലീവ്സ് ആണ് എടുക്കുന്നത്. 1 യൂണിറ്റിൽ 76 mg ഓഫ് ഡീറ്റെയിൽസ് പൗഡർ ഉണ്ട്. എത്രയാണ്? 1 യൂണിറ്റിൽ 76 mg ആണ്. സോ ഡീഹൈഡ്രേറ്റ് ആൽക്കഹോൾ വെച്ച് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുക ഫോർ 6 hours. ഫൈനൽ എക്സ്ട്രാക്ഷൻ 10 ml per 10 gram പൗഡറിലാണ് നമ്മൾ ഫൈനൽ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അതായത് 5 ml ആൽക്കഹോൾ പ്ലസ് 5 ml വാട്ടറിൽ. എന്നിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതും അത്യാവശ്യം തന്നെയാണ് എന്നുള്ളതാണ്. ഇത് ഡീറ്റെയിൽസ് ഒക്കെ ഭയങ്കര സിമ്പിളാണ്, ഒന്നും ചോദിക്കില്ല. ആൻഡ് ഗിനിയാപിക് മെത്തേഡ് എൻ പോയിന്റ് മെത്തേഡ് തന്നെയാണ്. ഇവിടെ 1 gram ഡീറ്റെയിൽസ് പൗഡർ എടുക്കുക, 80 ml നോർമൽ സലൈനിൽ നമ്മൾ മിക്സ് ചെയ്ത് ഡൈലൂട്ട് ചെയ്ത് വെക്കുക. ഗിനിയാപിക്കിനെ അനസ്തറ്റൈസ് ചെയ്യുക. എന്നിട്ട് ജുഗ്ലാർ വെയിന് എക്സ്പോസ് ചെയ്യുക. അതിനുശേഷം വീനസ് സ്കാനിൽ ജുഗ്ലാർ വെയിനിലേക്ക് വെക്കുക. അതിനുശേഷം നമ്മൾ പിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഹാർട്ടിൻ്റെ അപ്പെക്സ് നോക്കി പിൻ ചെയ്യും. ഈ പിന്നില്ലേ, ഈ പിൻ എത്രത്തോളം അനങ്ങുന്നുണ്ട്, ആടുന്നുണ്ട്, ഇങ്ങനെ എത്രത്തോളം കാണിക്കുന്നുണ്ട്, മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്, അതനുസരിച്ചിട്ടാണ് നമ്മൾ റെസ്പോൺസ് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്ട്രാക്ട് പയ്യെ നമ്മൾ പയ്യെ എന്ത് ഇഞ്ചെക്ട് ചെയ്യുക. ഹാർട്ട് എപ്പോൾ സിസ്റ്റോൾ നിൽക്കുന്നു അത് എൻ പോയിന്റ് ആണ്.
സത്യം പറഞ്ഞാൽ എല്ലാ ഓർഗനും നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ നോക്കാൻ വേണ്ടി എടുക്കുന്ന ആനിമൽസിനെ നമ്മൾ സാക്രിഫൈസ് ചെയ്യാറുണ്ട്. 6 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഗിനിയ പിഗ്സ് നമുക്ക് ടെസ്റ്റ് സാമ്പിളായിട്ട് ഉപയോഗിക്കാം. ആൻഡ് 19 ആനിമൽസാണ് ടോട്ടലി നമ്മൾ എടുക്കേണ്ടത്. ആൻഡ് ഡിറ്റർമൈൻ മീൻ ലീതൽ ഡോസ്, എത്രയാണ് ലീതൽ ഡോസ് നമ്മൾ അറിയേണ്ട ആവശ്യമുണ്ട്. പൊട്ടൻസി ഈസ് ഈക്വൽ ടു ആവറേജ് ലീതൽ ഡോസ് ഓഫ് സ്റ്റാൻഡേർഡ് ഡിവൈഡ് ബൈ ആവറേജ് ലീതൽ ഡോസ് ഓഫ് ടെസ്റ്റ് സാമ്പിൾ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പൊട്ടൻസി നമ്മൾ എപ്പോഴും പറയുന്നത്. ഇത്രയേ ഉള്ളൂ. നമ്മൾ വെയിൻ എക്സ്പോസ് ചെയ്യുക, ഹാർട്ടിൽ പിൻ ചെയ്യുക, റെസ്പോൺസ് നോക്കുക, ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യുക. അത്രയേ ഉള്ളൂ. അതിൻ്റെ ആവശ്യം മാത്രമേ നമുക്കുള്ളൂ. ഇനി പീജിയൻ മെത്തഡാണ്. 6 പീജിയൻ പെർ സാമ്പിൾ നമുക്ക് വേണം. വേ ചെയ്യുക. ആൻഡ് 16 to 28 hours ഫാസ്റ്റിംഗ് ചെയ്യുക. സെക്സ്, ബ്രീഡ്, വെയിറ്റ് ഒക്കെ അനുസരിച്ച് നമ്മൾ ഗ്രൂപ്പിംഗ് ചെയ്യുക, അനസ്റ്റൈസ് ചെയ്യുക. അലാർ വെയിൻ അല്ലെങ്കിൽ വിങ് വെയിൻ നമ്മൾ കാൻഡിലേറ്റ് ചെയ്യുക. ഡൈലൂട്ട് ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്യുക, ഇൻഫ്യൂസ് ചെയ്യുക. എൻ പോയിന്റ് ആണെങ്കിൽ വൊമിറ്റ് വരും. വൊമിറ്റ് കാർഡിയക് അറസ്റ്റ് കാരണം എമിസിസ് വരും. അതാണ് നമ്മൾ ലീതൽ ഡോസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. പെർ kg ബോഡി വെയിറ്റ് വെച്ച് നമ്മൾ നോക്കുകയാണ് ചെയ്യുക. ഇതും പൊട്ടൻസി സെയിം തന്നെയാണ്. LDO സ്റ്റാൻഡേർഡ് ഡിവൈഡ് ബൈ മീൻ ലീതൽ ഡോസ് ഓഫ് ടെസ്റ്റ് സാമ്പിൾ. ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെയും അറിയുന്നത് കേട്ടോ. ഇനിയുള്ളത് അസ്കോബിക് ആസിഡിൻ്റെ എസ്റ്റിമേഷൻ ആണ്. സോ 0.2% അസ്കോബിക് ആസിഡ്, 4% TCA യൂസിങ് 1 mg/ml സ്റ്റോക്ക് സൊല്യൂഷൻ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. സോ നിങ്ങളത് വായിച്ച് നോക്കിയാൽ മതി. ഡി ട്യൂബർക്കുലിൻ്റെയും റാബിൻ്റെ ഹെഡ് ഡ്രോപ്പ് മെത്തഡ് നമ്മൾ പറഞ്ഞതാണ്. അത് വീണ്ടും റിപ്പീറ്റിംഗ് ആണ്. എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ഇതെല്ലാം സെയിം ആണ്. ഡീറ്റെയിൽസിൻ്റെ ബയോസെ ഗിനിയ പിഗിൽ എങ്ങനെയാണെന്നുള്ള കൊടുത്തിട്ടുണ്ട്. പീജിയൻ മെത്തഡ് എല്ലാം പിന്നെ എല്ലാം സെയിം ആണ്. നിങ്ങൾക്ക് വായിച്ചാൽ മതി. ഓരോന്നിലും ഓരോ ഡിഫറൻ്റ് ആയിട്ട് വരുന്നുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാം സെയിം ആണ് വരുന്നത്. ഗിനിയ പിഗിന് ഇലിയത്തിലാണ് ഹിസ്റ്റാമിൻ വരുന്നത്. അത് മാത്രമാണ് എൻഡിൽ ഡിഫറൻ്റ് ആയിട്ട് വരുന്നത്. ബാക്കിയെല്ലാം സെയിം ആണ്. സോ ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് ഹിസ്റ്റാമിൻ നമ്മൾ ഉണ്ടാക്കി വെക്കുക. ടെസ്റ്റ് സാമ്പിൾ, ഇൻസ്ട്രുമെന്റ്, കൈമോഗ്രാഫും ഓർഗൻ ബാത്തും എയറേറ്ററും സെയിം തന്നെ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഗിനിയ പിഗ് ഇലി എടുക്കുക, ഇൻ ടൈഡോ സൊല്യൂഷനിലേക്ക് വെക്കുക. ആൻഡ് 3 cm ഇലിയം സ്ട്രൈപ്പ് ഐസൊലേറ്റ് ചെയ്യുക. എന്നിട്ട് എയറേറ്റർ ട്യൂബ് വെച്ച് കൈമോഗ്രാഫ് വെച്ചതിന് ശേഷം ബേസ് ലൈൻ റെക്കോർഡ് ചെയ്യുക. പിന്നെ എല്ലാം റെക്കോർഡിംഗ് ആണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. കൺട്രാക്ഷൻ ടൈം 30 seconds. വാഷ് വിത്ത് ഐലറ്റ് ട്വൈസ് ബിറ്റ്വീൻ ഡോസ്. ആൻഡ് സൈക്കിൾ ടൈം 2.5 minutes ആണ്. 2 ഡോസ് ദാൻ ബ്രാക്കറ്റ് ദ ടെസ്റ്റ് സാമ്പിൾ സൊല്യൂഷൻ, കമ്പയർ ദ റെസ്പോൺസ്. ഇത് നമ്മൾ നോർമലി ലാബിലൊക്കെ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെയുള്ള സെയിം തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ഇനി സെറോട്ടോണിൻ റാറ്റ് ഫണ്ടസ് മെത്തേഡാണ് അടുത്ത് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇവിടെ സ്ലോ കോൺട്രാക്ടിങ് സ്മൂത്ത് മസിൽ ലൈക്ക് ഫണ്ടസ് ഈസ് ഐഡിൽ ഫോർ 5-HT സ്ലോ കോൺട്രാക്ടിങ് സ്മൂത്ത് മസിലാണ് നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. റാറ്റ് ഫണ്ടസ് ആണ് ടിഷ്യൂ എടുക്കുന്നത്. സോ നമ്മൾ റാറ്റിനെ സാക്രിഫൈസ് ചെയ്യുക, അബ്ഡോമൻ എക്സ്പോസ് ചെയ്യുക, ഫണ്ടസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇനി 6x ടൈപ്പിൽ പ്രിപ്പയർ ചെയ്യുക, ടൈ ചെയ്യുക, ക്രെബ് സൊല്യൂഷനിലേക്ക് വെക്കുക, എയറേറ്റ് ചെയ്യുക, 1 gram ടെൻഷൻ കൊടുക്കുക, 30 minutes ഇക്ലിബ്രിയം വെയിറ്റ് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക കൈമോഗ്രാഫ് വെച്ചിട്ട്. ബാക്കിയെല്ലാം സെയിം ആണ്. സെറോട്ടോൺ ആഡ് ചെയ്യുക. 90 second സൈക്കിളാണ്. സൈക്കിൾ ടൈം 5 minutes ആണ്. കൺട്രാക്ഷൻ ടൈം പറയുന്നത്. എൻ്റെ ഡോട്ട് റെസ്പോൺസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. റെസ്പോൺസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് വഴി നമ്മൾ കമ്പയർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം സിമ്പിളാണ്. ബിക്കോസ് നമ്മളെല്ലാം കുറേ നമ്മൾ ലാബിൽ ചെയ്തിട്ടുള്ള പരിപാടിയാണ്. വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഇല്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത് കൂടുതലും വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ടോപ്പിക്കാണ് മോർ ഓവർ പറയുവാണെങ്കിൽ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.